വർഗീസിന്റെ മുഖത്ത് നോക്കിയിട്ട് മമ്മൂക്ക് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. അറിയാവുന്ന നല്ല ഭാഷയിൽ പാവടെടുത്ത് ഞാൻ പറഞ്ഞു, കൂടെ നിൽക്കുന്ന ഇട്ടിക്കണ്ടപ്പെട്ട മുസ്ലിം കളിക്കണ്ട. ഇതൊരൊറ്റ ഡയലോഗ്. ഒരു ഗൈഡ് കൊടുക്കാം. ഇത് അന്വേഷിക്കാൻ ഞാനാണ് നമ്മുടെ ഇത് മമ്മൂക്ക കേട്ടോ. അപ്പൊ എന്റെ അടുത്ത് പറയുന്ന ആ ഡയലോഗ് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഒരു ഗൈഡ് കൊടുക്കാം. ഗൈഡ് കൊടുക്കാം. ഇത് പ്രത്യേകിച്ച് നമ്മുടെ നാടാണ്. ഇത് നമ്മൾ പുറത്തൊന്നും പോയി ഒന്നുമല്ല, നമ്മുടെ തട്ടകാണ്. അഖിലേഷ് നാളെ താരമാണ്. പിന്നെ തീർച്ചയായിട്ടും ഡയലോഗ് ഇതാണ്. അറിയാവുന്ന നല്ല ഭാഷയിൽ പാവടെടുത്ത് പറഞ്ഞു, കൂടെ നിൽക്കുന്ന ഇട്ടിക്കണ്ടപ്പന്റെ മസിന്റെ വലിപ്പം കണ്ട് കളിക്കണ്ട. അതൊറ്റ ഡയലോഗ്. ഇതല്ലേ ഒന്നുകൂടി പറഞ്ഞുതരാം. അറിയാവുന്ന നല്ല ഭാഷയിൽ ഈ പാവടെടുത്ത് ഞാൻ പറഞ്ഞു, കൂടെ നിൽക്കുന്ന ഇട്ടിക്കണ്ടപ്പന്റെ മസിലിന്റെ വലിപ്പം കണ്ട് കളിക്കണ്ട. ഒറ്റ ഡയലോഗ്. അത്ര റെഡി. ഒരു ഗൈഡ് കൊടുക്കാം. എനർജി ഗ്ലാസ് എടുത്തു. അടിപൊളി. തുടങ്ങാണ്. കറക്റ്റ് ഇങ്ങനെ ചേർത്ത് പിടിക്കണം കേട്ടോ. ആ നടത്തമൊക്കെ പക്ക. മുണ്ടൊക്കെ മടങ്ങി കുത്തി മമ്മൂക്ക അതുകൂടി ചെയ്തോ. അതാണ് ഇംപ്രവൈസേഷൻ എന്ന് പറയണ്ട. നമ്മൾ ആ സാധനം പറഞ്ഞിട്ടുള്ളൂ. അത് തുടങ്ങി. എന്നെ മോൻ തൂക്കി പറഞ്ഞോ. മൈക്ക് ചേർത്ത് പിടിക്കണേ. അറിയാവുന്ന ക്യാരക്ടറെ മാറിക്കഴിഞ്ഞു. അതിനാണ് നിങ്ങൾ പ്രോത്സാഹനം കൊടുക്കുന്നത്. അറിയാവുന്ന നല്ല ഭാഷയിൽ ഈ ബാവടെടുത്ത് ഞാൻ പറഞ്ഞു, കൂടെ നിൽക്കുന്ന ഇട്ടിക്കണ്ടപ്പന്റെ മസിലിന്റെ വലിപ്പം കണ്ട് കളിക്കണ്ട. അതൊറ്റ ഡയലോഗ്. റെഡി. അപ്പൊ തുടങ്ങാണ്. ആക്ഷൻ. അറിയാവുന്ന നല്ല ഭാഷയിൽ ഞാൻ പറഞ്ഞു, മസിലിന്റെ വലിപ്പം കണ്ട് ഇട്ടിക്കണ്ടപ്പന്മാരോട് കളിക്കണ്ട. ചെറിയൊരു വ്യത്യാസം വിഷു ഒരു സമ്മാനം കൊടുക്കേണ്ട. അത് കമ്മിറ്റിക്കാർ കൊടുക്കുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. അപ്പൊ അടുത്ത ഒരു പെൺകുട്ടി അല്ലേ? നല്ലൊരു പേര്. പൂവാണോ? അഖിലേഷിനെ പോലെ തന്നെ